ഹലോ, വെൽക്കം ബാക്ക് ടു ക്രാഫ്റ്റ് ആൻഡ് സീക്കോട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ പേപ്പർ പെൻ ഹോൾഡർ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ ക്രാഫ്റ്റിലേക്ക് പോകാം. അപ്പോൾ ഞാൻ കളർ പേപ്പർ യൂസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് A4 പേപ്പർ വെച്ചിട്ടും ഉണ്ടാക്കാം, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. കളർ പേപ്പർ വെച്ചിട്ടാകുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ തന്ന അളവിലുള്ള കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസും വേണം ഇതിൻ്റെ ഒരു ബോക്സ് ഉണ്ടാക്കിയെടുക്കാൻ. ഇങ്ങനെ 6 ബോക്സ് കൂടിയിട്ടാണ് ഒരു പെൻ ഹോൾഡർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ബോക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിങ്ങനെ പേപ്പർ ഹാഫായിട്ട് മടക്കുക. ഹാഫായിട്ട് മടക്കിയിട്ടുണ്ട്. അപ്പോൾ ഹാഫായിട്ട് മടക്കുമ്പോൾ ഒക്കെ നല്ല കറക്റ്റായിട്ട് മടക്കാൻ, ഇതിൻ്റെ എഡ്ജസൊക്കെ കറക്റ്റ് ആവാൻ ശ്രദ്ധിക്കണം. ഇനി ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് ആ മടക്ക് കിട്ടിയ ഭാഗത്തേക്ക് രണ്ടറ്റവും മടക്കി കൊടുത്തിട്ട് നന്നായിട്ട് ആ ഫോൾഡിൽ നന്നായിട്ട് കൈ കൊണ്ട് വരഞ്ഞു കൊടുക്കുക. ഇങ്ങനെ രണ്ട് എഡ്ജിലും ചെയ്ത് കൊടുക്കണം. ഇതുപോലെ സെൻറ്ററിലേക്ക് മടക്കിയിട്ട് നമ്മൾ ഫോൾഡ് വീഴ്ത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ തന്നെ ഇനി നമുക്ക് വീതിയിൽ ഇങ്ങോട്ട് തിരിച്ചും ചെയ്ത് കൊടുക്കാം. ആദ്യം ഹാഫായിട്ട് മടക്കുക, പിന്നെ ആ ഹാഫായിട്ട് മടക്കുമ്പോൾ അതിൻ്റെ സെൻറ്ററിൽ കിട്ടുന്ന ആ വരയിലേക്ക് നമ്മൾ ഇതിൻ്റെ എഡ്ജസ് രണ്ടും മടക്കി കൊടുത്തിട്ട് മടക്ക് വീഴ്ത്തുക. നമുക്ക് ഫോൾഡ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആദ്യം നമ്മൾ മടക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പുകൾ ശ്രദ്ധിക്കുക. ഇതിൻ്റെ കോർണറുകളിലെല്ലാം ഒരു ട്രയാങ്കിൾ ഫോൾഡ് കൊടുക്കണം. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഇതുപോലെ ഇതിൻ്റെ ആ മടക്ക് ഉണ്ടല്ലോ, അതിനോട് അങ്ങോട്ട് ചേർത്ത് ഫോൾഡ് ചെയ്ത് കൊടുക്കണ്ട, അതിൻ്റെ അടുത്തായിട്ട് ഫോൾഡ് ചെയ്യുക. ഇങ്ങനെ 4 സൈഡും ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ 4 സൈഡും ഫോൾഡ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ കിട്ടി. 4 സൈഡും ഫോൾഡ് ചെയ്തു. അപ്പോൾ ഇത് ഇനി നമുക്ക് അകത്തേക്ക് മടക്കണം. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന് നമ്മൾ 21 സെൻറ്റിമീറ്ററും 20 സെൻറ്റിമീറ്ററുമാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ 21 സെൻറ്റിമീറ്റർ എടുത്ത ഈ ഭാഗമാണ് നമ്മൾ അകത്തേക്ക് മടക്കേണ്ടത്. ഇതുപോലെ മറ്റേ സൈഡ് മടക്കിയോണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ വലിപ്പത്തിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതങ്ങനെ അകത്തേക്ക് മടക്കി ഇനി തിരിച്ച് വെച്ചതിന് ശേഷം പുറത്തേക്ക് ആ ഭാഗം മടക്കിയെടുക്കുക. അപ്പോൾ ഒരു ഡയമണ്ട് ഷേപ്പ് സെൻറ്ററിൽ കിട്ടും ഇതുപോലെ. ഇനി നമ്മൾ ആ കട്ട് ചെയ്ത ചെറിയ പീസ് ഇതിൻ്റെ ഒരു സൈഡിൻ്റെ അകത്തേക്ക് ഒരു പോക്കറ്റ് പോലെ ഉണ്ടാവും, അതിനകത്തേക്ക് വെക്കുക. എന്നിട്ട് അത് ആ സൈഡ് ഇപ്പുറത്തുള്ള പോക്കറ്റിലേക്ക് കടത്തി വയ്ക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്യാം. നിങ്ങൾക്ക് അത് കിട്ടും. നമ്മൾ മടക്കമൊക്കെ ശരിയായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കിട്ടും. അപ്പോൾ ഇതിങ്ങനെ ഈസി ആയിട്ട് അകത്തേക്ക് കടന്നു പോവും. അപ്പോൾ ഇതുപോലെ ഈ ഷേപ്പിൽ കിട്ടും നമുക്ക്. കണ്ടില്ലേ, ഇങ്ങനെ ഒരു ത്രികോണ സ്തംഭം പോലെ കിട്ടും നമുക്ക്. ഇതുപോലെ ഇനി പല കളറിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുന്നേ ആ ഭാഗം ഞാൻ പശ വെച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അത് നിർബന്ധമില്ല, പക്ഷെ അങ്ങനെ വെച്ച് കൊടുത്താൽ ആ ഫോൾഡ് അവിടെ ശരിക്കും നിന്നോളും. അപ്പോൾ നമ്മൾ പെൻ ഹോൾഡറായിട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നതാണല്ലോ, അപ്പോൾ അങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി സെക്യൂറായിട്ട് നിൽക്കും. അപ്പോൾ ഇതുപോലെ ഇനി നമുക്ക് മറ്റ് കളേഴ്സിൽ ഭംഗിയായിട്ട് കുറച്ചെണ്ണം കൂടി ഉണ്ടാക്കണം. ഇതുപോലെ 1 2 3 4 5 6 ഇങ്ങനെ 6 എണ്ണം നമുക്ക് വേണം മൊത്തത്തിൽ ഈ ബോക്സ് ഉണ്ടാക്കാനായിട്ട്. ഇനി ഇതെങ്ങനെയാണ് യോജിപ്പിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെ നമ്മൾ ആ മടക്കി ഒട്ടിച്ച് വെച്ച ഭാഗമില്ലേ, ആ ഭാഗം നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് വരുന്ന രീതിയിൽ വേണം ഇത് ഒട്ടിക്കാൻ. അപ്പോൾ അവിടെ പശ തേച്ച് കൊടുത്തിട്ട് നമ്മൾ ആ ട്രയാങ്കിൾ ഫോൾഡ് ഒട്ടിച്ച് കൊടുത്ത ഭാഗം നമ്മുടെ റൈറ്റ് സൈഡിൽ വരുന്ന രീതിയിൽ ഒട്ടിക്കുക. ഇപ്പോൾ ഈ ഗ്രീൻ ബോക്സിൻ്റെ ട്രയാങ്കിൾ ഇതുപോലെ ഇത് നമ്മുടെ റൈറ്റ് സൈഡിലാണ് വരിക. കുറച്ച് സമയം ഇങ്ങനെ നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുക ശരിക്കും ഒട്ടി നിൽക്കാനായിട്ട്.
അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്ത് ഒട്ടിച്ച് വെച്ച ആ ട്രയാങ്കിളിൻ്റെ ഭാഗം വലതുവശത്ത് വരുന്ന രീതിയിൽ ഓരോന്നും ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുക. നിങ്ങൾക്കിങ്ങനെ ഇതുപോലെ വേറെ വേറെ കളറുകൾ എടുക്കണം നിർബന്ധമില്ല. എല്ലാം സെയിം ഒരേ കളർ വേണമെങ്കിൽ എടുക്കാം. ഞാൻ കുറച്ചുകൂടി ഭംഗി ഇങ്ങനെ ആയിരിക്കും തോന്നി. അത് ഓരോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നിങ്ങളുടെ റൂമിൻ്റെ പെയിൻറ്റിൻ്റെ നിറത്തിനനുസരിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ ടേബിളിൻ്റെ നിറത്തിനനുസരിച്ചൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഇങ്ങനെ ഓരോന്നും ശ്രദ്ധയോടെ വെച്ച് കൊടുക്കുക. വെച്ച് ശരിക്കും ഒന്ന് ഒട്ടി നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ പെൻ ഹോൾഡർ ഏകദേശം റെഡിയായി. ഇനി ഇതിൻ്റെ ബേസ് നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇത് ഉണങ്ങിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഇത് നന്നായിട്ട് ഉണങ്ങാനുള്ള ഒരു 5-10 മിനിറ്റ് വെക്കണം. ഇനി ഇതിൻ്റെ ബേസ് റെഡിയാക്കാൻ ഇതുപോലെ ഞാനൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. അത് ഹാഫായിട്ട് മടക്കിയിട്ട് ഞാൻ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഹാഫായിട്ട് മടക്കുന്ന ഒന്നുകൂടെ കുറച്ചുകൂടെ ബേസിന് കുറച്ചുകൂടെ കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കാർഡ്ബോർഡ് യൂസ് ചെയ്യാം, കുറച്ചുകൂടെ കട്ടി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതുപോലെ നമ്മുടെ ബേസിൻ്റെ അവിടെ പശ തേച്ചിട്ട് വേണം നമുക്കിവിടെ ഒട്ടിച്ചു കൊടുക്കാൻ. ഇങ്ങനെ പശ തേച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കിയ ആ പേപ്പറിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് അതിൻ്റെ എക്സസ് ആയിട്ട് നിൽക്കുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ എല്ലാ ഭാഗത്തും പശയായി ഉറപ്പുവരുത്തിയതിന് ശേഷം അതിലൊട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് സമയം അത് അങ്ങനെ തന്നെ വെക്കുക. എന്നിട്ട് ഉണങ്ങിയതിന് ശേഷം എക്സസ് ആയിട്ടുള്ള ഈ ഭാഗം കട്ട് ചെയ്ത് കളയുക. ഇതാ നമ്മുടെ പെൻ ഹോൾഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എത്ര ഈസി ആയിട്ട് നമ്മളിത് ഉണ്ടാക്കിയത്. നമുക്ക് കുട്ടികൾക്ക് അവരുടെ പഠിക്കുന്ന സ്ഥലത്തൊക്കെ അവരുടെ ടേബിളിലൊക്കെ ഇങ്ങനെ ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ അവർക്കെല്ലാ അവരുടെ പെൻസ് കളേഴ്സൊക്കെ ഇതിലിട്ട് വയ്ക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബായ്, താങ്ക് യു.